അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പ്രിയപ്പെട്ട മായ അല്ല ആയിഷയെ ഉമ്മ പുറത്തേക്ക് പിടിച്ചു തള്ളിയപ്പോൾ ജസീറിൻ്റെ ഹൃദയം പൊട്ടി. ഉമ്മ, നിങ്ങൾ എന്ത് കാണിക്കുന്നത്? അവളൊരു മനുഷ്യനല്ലേ? ആടാ, മനുഷ്യൻ തന്നെയാണ്. തറവാടിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നങ്ങോട്ട് വന്ന് കൂടും. ഉമ്മ, എന്താടാ? നിനക്കെന്താ അവളുടെ കൂടെ പോണോ? ഉമ്മ, അവളൊരു പാവം പെണ്ണാണ്. അവളെ ചെയ്ത് തെറ്റെന്താ? തെറ്റില്ല. കുപ്പിവള കൊണ്ടുപോയി കൊടുക്കണം, ഉള്ളിത്തട്ടം വാങ്ങി കൊടുക്കണം. ഈ എൻ്റെ മണവാട്ടിയാക്കി അവളങ്ങ് നിർത്താനാണ് ഉദ്ദേശമെങ്കിലേ നടക്കൂല മോനെ. ഇറങ്ങണം രണ്ടും ഇവിടുന്ന്. എങ്ങാനും ഓളെ കണ്ടുപോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഉമ്മ, ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? അതെ, ഞാൻ അവൾക്ക് കുറച്ച് കുപ്പിവള വാങ്ങിക്കൊടുത്തു. അത് ഇത്ര തെറ്റാണ് ഉമ്മ? ഞാൻ ആ പൂരത്തിന് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ തെറ്റില്ല. പിന്നെ ഒരു തട്ടം വാങ്ങിക്കൊടുത്തു. അത് അവിടെ ഒരു ആഗ്രഹമാണ്. എന്താടാ, നിനക്കെന്താ മുസ്ലിം ആക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉമ്മ, അവൾക്ക് താല്പര്യമാണെങ്കിൽ മിണ്ടി പോകരുത്. എന്നിട്ടെന്തിനാ? കെട്ടി പൊറപ്പിക്കാനാണോ? നടക്കൂല ജസീറെ എൻ്റെ ആഗ്രഹം. ആ ഉമ്മ അത്രക്കും ഉച്ചത്തിൽ അവിടെ ശബ്ദിക്കുകയായിരുന്നു. എന്നാൽ അപ്പുറത്ത് വല്യമ്മ, എന്താ മക്കളെ അവിടെ ഒച്ചപ്പാട്? എന്താണ് അവിടെ ഒച്ചപ്പാട് കേൾക്കുന്നത്? പഠിച്ചോനെ, വല്ലാത്തൊരു ഗതിയായിപ്പോയി ഇത്. അതെ, ഉമ്മ പതുക്കെ അങ്ങോട്ട് വന്നു. എന്താ മോനെ ജസീറെ? ഉമ്മമ്മ എന്തെൻ്റെ കുട്ടി കരയണത്? അതെ, ആ ഉമ്മ അവനെ ചേർത്ത് പിടിച്ചു. അതെ തള്ളേ, നിങ്ങളാണ് ഓനെ കേടുവരുത്തുന്നത്. കണ്ടോ, കണ്ണി കണ്ട ഓരോ ഹിന്ദു പെണ്ണുങ്ങൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കുന്നു. കുപ്പിവെള്ളയായിട്ടും തട്ടായിട്ടും ഒക്കെ വാങ്ങിക്കൊടുക്കണ്. എന്താ നീ ഈ പറയുന്നത്? അതെന്തത്ര തെറ്റുള്ള കാര്യമാണോ? ഒരു കുട്ടിക്ക് കുറച്ച് വളയും കുറച്ച് ഒരു പുള്ളിത്തട്ടും വാങ്ങിക്കൊടുത്തെന്ന് വിചാരിച്ചു ഇത്ര വലിയ തെറ്റായി പോയോ അത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും ആ ഉമ്മയും അതാ അവന് സപ്പോർട്ടായി നിൽക്കുന്നു. തള്ളയും പേരക്കുട്ടിയും കൂടി അങ്ങോട്ട് നടത്തിക്കോളി. പക്ഷെ ഇവിടെ നിർത്താൻ പറ്റൂല. രണ്ടിനെ ഞാൻ ഇറക്കി വിടും. അതാണ് ഞാൻ ചെയ്യുക. എന്താന്നില്ലേ? ഉമ്മ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കൂ. ഞാൻ എന്താ വേണ്ടത്? നീ ആ ബന്ധം തന്നെ ഒഴിവാക്കണം. തള്ളം കൊണ്ട് വരുമല്ലേ പണിക്ക്, ഞാൻ കാണിച്ചു കൊടുത്തോളാം. അപ്പോൾ എന്താന്നില്ലേ, മോളെ ഓരോ കാട്ടിക്കൂട്ടലും ഓല് എവിടേക്കാണ്, റബ്ബർ തോട്ടത്തിലും അടുക്കളയിലും അവിടെയും ഇവിടെ ആയിട്ട് ഇത് ഞാൻ കണ്ട് കുറച്ച് ദിവസമൊക്കെ ഉണ്ട് കാണല് തുടങ്ങിയിട്ട്. എന്താടി ഓലെ പ്രായം അതല്ലേ, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ടത്. ഈ എന്താ കുട്ടിനെ ഉപദ്രവിച്ചെങ്ങാനും ചെയ്തോ ആ പെൺകുട്ടിനെ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ മനുഷ്യന്മാരായാൽ അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികമാണ്. നമ്മൾ വലിയോലും അത് ഉപദേശിക്കുകയാണ് വേണ്ടത്. മക്കളെ, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത്. ഇതെന്താ തല്ലലും കുത്തലും അടിയൊക്കെ ഒപ്പം കഴിഞ്ഞുല്ലേ? പിന്നെന്താ, ഞാൻ ഓലെ അങ്ങോട്ട് പൂവിട്ട് പൂജിക്കണോ? അതെ, ജസീറിൻ്റെ ഉമ്മ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. ഒന്നും വേണ്ട മോനെ, എന്തെങ്കിലും പറ്റിയിക്കണ ആ കുട്ടിക്ക്? എന്നാൽ ജസീർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഉമ്മമ്മ എന്താ ചെയ്യുക, ആ കുട്ടി ഈ നട്ടപ്പതിരക്കണോ അതിനെ പുറത്തേക്ക്. ആടാ, അവിടെ ഞാൻ കൊല്ലും, ഈ നോക്കിക്കോ, കൊല്ലും. ഉമ്മ, നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ഓരോട് ഇഷ്ടമാണ്. ജസീറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഉമ്മ പൊട്ടിത്തെറിച്ചു. എന്താടാ നീ പറഞ്ഞത്? നിന്നെയും മോളെയും കൂടി ഞാൻ കൊന്നിട്ട് ഒരു കബറിൽ ഞാൻ കുഴിച്ചിടും. കരുതിക്കോ. എന്നാൽ ജസീറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുമ്പോൾ അവന് തോന്നി അത് ബ്ലഡാണ് വരുന്നതെന്ന്. അത് ചോരയാണ്, കണ്ണുനീരല്ല എന്ന് അവന് തോന്നി. കാരണം അത്രക്കും ആ പെണ്ണിനെ ഉമ്മ ഉപദ്രവിച്ചു. ജസീറിന് താങ്ങാൻ കഴിഞ്ഞില്ല. എന്താ ചെയ്യുക? ഇഷ്ടമെന്ന് വെച്ചാൽ പഠിച്ചവൻ ഓരോന്ന് തോന്നിപ്പിക്കല്ലേ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഹിന്ദുവിനെ കെട്ടുതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് എൻ്റെ പ്ലാനിങ്? മുസ്ലിമാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനോ? അതെ, അതിത്ര വലിയ തെറ്റാണോ ഒരു പെണ്ണിനെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നത്? ആടാ, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടുക അല്ലേ? എന്നാൽ ഈ സമയം അതാ ഉമ്മമ്മ പറയുന്നു, ഓൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അത് നല്ല കാര്യം തന്നെയല്ലേ. ഇസ്ലാമിലേക്ക് ഒരു പെൺകുട്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത്ര മോശം കാര്യമൊന്നല്ലല്ലോ. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മോനെ തള്ളേ, നിങ്ങൾ മിണ്ടി പോരുത്, അങ്ങോട്ട് അകത്തൊക്കെ പോയിക്കാണേ. അല്ല പിന്നെ പേരക്കുട്ടിനെ ഉപദേശിക്കാൻ വന്നിക്കണ്, എന്ത് പെണ്ണിനെ കെട്ടിക്കുവാൻ. ഞാൻ അങ്ങനല്ലല്ലോ പറഞ്ഞത്. അതായത് ആ കുട്ടിക്ക് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെ. ഷഹീദിൻ്റെ കൂലിയാണ്, ഷഹീദിൻ്റെ കൂലി. നിങ്ങൾക്ക് വേറൊന്നും പറയാമല്ലോ, ഒന്ന് പോയിക്കാനേ അവിടുന്ന് എൻ്റെ കൺമുമ്പെന്ന്. നല്ല രീതിയിൽ ഉമ്മ അതാ അവരെ ചീത്ത പറയുന്നു. ഇല്ല മക്കളെ, നിൽക്കാനാവൂലോ. അല്ല ഉമ്മ, നിങ്ങൾ ഓനെ ഞങ്ങളുടെ ജോലിക്കേ കയറ്റുന്നില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ അതാ
ആ രാത്രി അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. പാവം മായയുടെ കൈകൾ അതാ കുപ്പിച്ചിൽ തട്ടി, അല്ലെങ്കിൽ കുപ്പിവളയുടെ ചില്ലുകൾ തട്ടി മുറിഞ്ഞ് ചോരയൊലിക്കുന്നുണ്ട്. അവൾ ഒരു ശീല കൊണ്ടത് പതുക്കെ കെട്ടി. പക്ഷേ അവൾക്ക് വേദനിക്കുന്നില്ലായിരുന്നു. റബ്ബേ, ജസീറിന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവോ ആവോ. എൻ്റെ കാര്യം എന്താ ചെയ്യാം, ഞാനൊന്നല്ല, എന്നോട് ഇങ്ങോട്ടാണ് അവൻ ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞത്. അറിയാതെ എനിക്കും തന്നെ ഇഷ്ടം തോന്നി. അത് ഞങ്ങളുടെ പ്രായത്തിൻ്റെ പ്രശ്നമല്ലേ. എന്നാൽ ഇത്രമാത്രം ഉപദ്രവിക്കാൻ മായ കരയുകയായിരുന്നു. എന്നാൽ അതാ അവളുടെ അമ്മ, മോളെ മായ, എന്താ നീ ഉറങ്ങാത്തത്? ഒന്നുമില്ലമ്മേ. ആ ഓലക്കുടിലിൽ ആ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവളുടെ കൈകൾ നോക്കി. നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് മോളെ. നാളെ നേരത്തെ പണിക്ക് പോകണം. കുറച്ച് അധികം തേങ്ങയൊക്കെ പെറുക്കി കൂട്ടാണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. നല്ല മഴയാണ്. ഞാൻ കുറച്ച് നേരത്തെ പോട്ട് മോളെ. മോളെപ്പോഴാണ് വരിക? അമ്മ, ഞാൻ നാളെ വരുന്നില്ല. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? മോള് വാ മോളെ. മോളെ വീട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. എന്നാൽ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും ആ അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്ത് പുലർച്ചെ തന്നെ അതാ മായയുടെ അമ്മ ജസീറിൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്നു. എന്നാൽ വീട്ടിലേക്ക് എത്തിയ ഉടനെ അവർ ക്ലീനിങ്ങും കാര്യങ്ങളുമെല്ലാം തുടങ്ങി. അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തോട്ടത്തിൽ കിടന്നിരുന്ന ആ ഒരു തേങ്ങയെല്ലാം കുറച്ചൊക്കെ വലിച്ചു കൂട്ടുകയും ചെയ്തു. പെട്ടെന്ന് ജസീറിൻ്റെ ഉമ്മ, അതേ, എന്തേ താത്ത എന്തേ വിളിച്ചത്? മോളോട് അടങ്ങി ഒതുങ്ങി മാനമര്യാദയിൽ ജീവിക്കാൻ പറയണം, മനസ്സിലായല്ലോ? പുളിക്കൽ തറവാടിന് ദോഷം ഉണ്ടാണ്, ഒന്നും ഉണ്ടാക്കരുത്. ശരിക്കും അത് കേട്ട് മായയുടെ ഉമ്മ ഞെട്ടി. എന്ത് പറഞ്ഞു താത്ത, മനസ്സിലായില്ലല്ലോ? അതെ, നിങ്ങളെ മോളുണ്ടല്ലോ മായ, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അവളും ജസീറിനും ഞാൻ കണ്ടു. ഒന്നും രണ്ടും പെട്ടെന്നല്ലത് കാണുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഓല് കുറച്ച് അടുപ്പം തുടങ്ങിയിട്ട്. എൻ്റെ ദൈവമേ, എന്തൊക്കെ ഞാൻ കേൾക്കണത്. അതെ, പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മോളെ മാനമര്യാദ നിർത്തിയിട്ടില്ലെങ്കിലേ എൻ്റെ പണിയും ഇവിടുന്ന് പോകൂട്ടോ. അന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞേക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ പറയില്ലേ താത്ത, ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതം കഴിയണത്. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ ഇനി എങ്ങോട്ട് പോവാനാ? കുഴപ്പമില്ല, എൻ്റെ മോളോട് പറഞ്ഞ് മനസ്സിലായി കൊടുത്തോണ്ടേ. പെട്ടെന്ന് ആ അമ്മക്ക് മനസ്സിലായി, വെറുതെ അല്ല മായ ഇന്ന് പണിക്ക് ജോലിക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ജസീർ അന്നും കാത്തു നിന്നു മായയെ കാണുവാൻ വേണ്ടിയിട്ട്. ഇല്ല, അവൾ വരുന്നില്ല എന്ന് അവൻക്ക് ഉറപ്പായി. ശരിക്കും പെട്ടെന്ന് അതാ അവളുടെ അമ്മയുടെ അരികിലേക്ക് എത്തി. അതെ ചേച്ചിയെ, പിന്നെ മായ ഇല്ല മോനെ, ഇന്ന് മായ വരുന്നില്ല എന്ന് പറഞ്ഞോ? അതെന്തേ? ഒന്നുമില്ല, അവളിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞോ? മോനെ, ഞാൻ മോനോടൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങളൊക്കെ വലിയ തറവാട്ടുകാരും നല്ല പണക്കാരുമാണ്. നമ്മളൊക്കെ വെറും പാവങ്ങളാണ്. ആ ഒരു ഓലക്കുടലിൽ വെറും മണ്ണെണ്ണ വെളിച്ചത്തിൽ ജീവിക്കണ, ഇവിടുന്ന് കിട്ടുന്ന അരിയും തേങ്ങയും കൊണ്ടൊക്കെ ജീവിതം കഴിയുന്ന ആൾക്കാരാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരു വരുമാനം കാര്യമില്ല മോനെ. മോനോടൊരു അപേക്ഷയുണ്ട്. എന്താ ചേച്ചി നിങ്ങൾ പറയണത്? മോനെ, ഞങ്ങൾ കഞ്ഞുകൂടി മുട്ടിക്കരുത്. ഞാൻ എൻ്റെ മോളെ നിലക്ക് നിർത്തിക്കോളാം. മോനെ ചേച്ചി നിങ്ങളെന്തീ പറയുന്നത്? അതിന് നിങ്ങളെ കഞ്ഞികൂടി ആര് മുട്ടിക്കുന്ന പറഞ്ഞത്? ഒരിക്കലുമില്ല. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും. ഒരിക്കലും ചേച്ചിയെ, എനിക്ക് മായയെ മറക്കാൻ കഴിയണില്ല. എനിക്ക് എന്തെന്നറിയില്ല, അവൾ എൻ്റെ മനസ്സിലേക്ക് അത്രമാത്രം പതിഞ്ഞു പോയി. മായ മോനെ, ദയവായി ഒരു കാര്യം ഞാൻ പറയാം. ദയവായി എൻ്റെ മോളെ കാണാൻ നീ വരരുത്. നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമുണ്ടെങ്കിലും അതിവിടം വെച്ച് അവസാനിപ്പിക്കണം. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് അതാ ജസീറിൻ്റെ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ കുറിച്ചൊരു വാക്ക് ഇവിടെ പറയരുതെന്ന്. കുറച്ച് കാണാൻ ശേലുണ്ടെന്ന് കരുതിയിട്ട് ആൺകുട്ടികളെ മുമ്പൊക്കെയല്ല മക്കളെ വിടേണ്ടത്. അതിന് താത്ത, ഞാൻ വിട്ടിട്ടില്ലല്ലോ. പിന്നെ ഓൾക്ക് കുറച്ച് തടിയും മുടിയൊക്കെ ഉണ്ട്, ശരിയാണ്, ഒക്കെ രസം തന്നെയാണ്. എന്നാലേ തറവാട്ടിൽ പറഞ്ഞ ആൺകുട്ടികളെ മയക്കരുതെന്ന് പ്രത്യേകം പറയണം. ഇല്ല, എൻ്റെ മായമോൾ അങ്ങനെയൊന്നും ചെയ്യൂല. ഞാൻ എന്തൊക്കെ കണ്ടു. അതെ, ഇവിടുത്തെ റബ്ബർ വെട്ടുകാരൻ നേരിട്ടൊരു കാര്യം കണ്ടക്കണേ. അതായത് റബ്ബറും തോട്ടത്തിൽ നിന്ന് ഓല എന്തൊക്കെയാ അവിടെ, എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഓരോന്ന്. പോരാത്തതിന് അടുക്കളയിൽ എന്താ ഇപ്പം ഇത് കഥ? അതൊക്കെ
ഇജ് ഒതുക്കേണ്ടതാണ്. എൻ്റെ മോളെ ഇജ് നിലക്ക് നിർത്തണം, മനസ്സിലായല്ലോ? അതിന് അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല പിന്നെ അവളല്ലേ അവന് കൂട്ടുന്നത്. എന്നാൽ പെട്ടെന്ന് ജസീർ അതിൽ ഇടപെട്ടു. ഉമ്മ, നിങ്ങൾ അവരെ ചീത്ത പറയണ്ട. ഞാനാണ് അവളോട് സംസാരിച്ചതും അവൾക്ക് ഞാൻ കുപ്പിവെള്ളയും തട്ടൊക്കെ കൊണ്ടുപോയി എടുത്തത്. അല്ലാതെ ഒരിക്കൽ പോലും അവൾ ഇങ്ങോട്ട് വന്നതല്ല. ഒരുമ്പെട്ടവനെ ചെക്കൻ തറവാടിൻ്റെ മാനം കളയാൻ വന്നിക്കുകയാണ്. ശരിക്കും ആ ഉമ്മ അവനെ വല്ലാത്ത രീതിയിൽ നല്ല ചീത്ത പറഞ്ഞു. അതെ പിന്നുണ്ട്, മോളെ ഇനി വീട്ടിലേക്ക് കയറ്റരുതിട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ജസീറിൻ്റെ ഉമ്മ തറപ്പിച്ച് പറഞ്ഞു. ആ അമ്മയ്ക്ക് സമാധാനമില്ലാതായി. റബ്ബേ, എൻ്റെ കൊച്ചവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ എനിക്കറിയുന്നില്ല. എന്നാൽ ജസീറിന് ചില വാശികളുണ്ടായിരുന്നു. അതെ, മായയെ കാണാൻ പോയേ മതിയാവൂ, അല്ലാതെ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അവളില്ലാതെ കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? പക്ഷേ എൻ്റെ ഉമ്മയുടെ വാശി, അതിനപ്പുറത്ത് ഈ വീട്ടിലുള്ള ഒരു കാര്യവും നടക്കില്ല. അവൻ നിരാശയോടെ അവൻ്റെ റൂമിലേക്ക് പോയി. ആ മാളിക മുകളിലെ അവൻ്റെ റൂമിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവൻ ജനാലയിലൂടെ നോക്കി. അതെ, അവൾ വെള്ളം കോരുമ്പോൾ കാണുന്ന ആ ഒരു രംഗം, അവൾ മുറ്റമടിക്കുന്നത്, അവൾ പാത്രം കഴുകുന്നത്, അതെല്ലാം അവൻ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവളില്ലാത്തത് കൊണ്ട് ഈ തറവാട് വളരെയധികം ഒരു മോശമായ രീതിയിലാണ് തോന്നുന്നത്. മായ, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല. അതെ, നീ എൻ്റെ ആയിഷയല്ലേ? ആയിഷ, എൻ്റെ ആയിഷയാക്കിയിട്ട് ഞാൻ ഈ നെഞ്ചോട് ചേർത്തോളാം. എന്താ? അതെ, അവൻ വിങ്ങി പൊട്ടുകയായിരുന്നു. അന്ന് അവൻ കോളേജിൽ പോയില്ല. പിറ്റേ ദിവസം കോളേജിലേക്ക് എത്തിയപ്പോൾ സാറ് ചോദിച്ചു, എന്താ ജസീർ, ഒരു മൂഡ് ഓഫ്? നിൻ്റെ വരയൊക്കെ കഴിഞ്ഞോ? എന്നാൽ അവന് ദേഷ്യമാണ് വന്നത്. തനിക്ക് എന്നേക്കുമായി അവൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം സാറിനറിയില്ലല്ലോ. അവൻ മൗനം പാലിച്ചു. ജസീർ ഇവിടെ വരൂ, ഈ ഒരു പ്ലാനിങ് പൂർത്തിയാക്കൂ. അവൻ എഴുന്നേറ്റു, ആ ബോർഡിനടുത്തേക്ക് ചെന്നു. പക്ഷെ അവൻ്റെ കൈ വിറക്കുകയായിരുന്നു. ഉള്ള നേരം കണ്ണി കണ്ട പെൺകുട്ടികളുടെ ചിത്രം വരച്ച് നടന്നോട്ട് അവൻ. ക്ലാസ്സിൽ കൂട്ടച്ചിരി മുഴങ്ങി. അവൻ ദയനീയമായി സാറിനെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് സാർ ശ്രദ്ധിച്ചു. എന്താടാ, എന്തു പറ്റി? ജസീർ പഠിക്കാനൊക്കെ മിടുക്കം തന്നെയായിരുന്നു. പക്ഷേ ഈടെയായിട്ട് എന്തൊരു ഉഴപ്പ് വന്നിട്ടുണ്ട്. എന്താടാ, എന്തു പറ്റി? സാർ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അവൻ സാറിൻ്റെ മുമ്പിൽ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ ലോകം അവളായിരുന്നു. അവൾ തൻ്റെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ എൻ്റെ ഉമ്മയാണ് അവളെ പുറത്താക്കി വിട്ടത്. അത് പോയപ്പോൾ അവൻ്റെ എല്ലാ സന്തോഷങ്ങളും അതോടുകൂടി നഷ്ടപ്പെടുകയായിരുന്നു. സർ, എന്താടാ നിനക്ക് എന്തിൻ്റെ കേടാ? അതുകൂടെ പറ. നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അതേ, പെണ്ണിനെയും മണ്ണിനെയും കൊതിച്ചിട്ട് കാര്യമില്ല, നിനക്കറിയില്ലേ? പെണ്ണിൻ്റെ വലയിൽ വീണ് പോയാൽ പിന്നെ നമുക്കൊരു മോചനം ഉണ്ടാവില്ല. ഞാൻ നിൻ്റെ സാറായതുകൊണ്ട് പറയാണ്. പിന്നെ പുറത്തൊന്നും ഞാൻ അത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരാം. പുളിക്കൽ തറവാട്ടിൽ കഴിയുന്ന ഒരു വീരശൂര പരാക്രമി, പുളിക്കൽ തറവാടിൻ്റെ പുത്രൻ അല്ലേ? പുളിക്കൽ തറവാട്ടിലെ സന്തതി ഏതൊരു പെണ്ണിന് വേണ്ടിയിട്ടാണ് ഇത്രമാത്രം വിഷമിക്കുന്നത്? അതെ, സാറിൻ്റെ ആ വാക്കുകൾ. അവൻ മൗനം പാലിച്ചു. അവൻ്റെ കണ്ണുകളിലൂടെ കണ്ണുനീർത്തുള്ളി ഒലിച്ചിറങ്ങി. അവൾ എൻ്റെ ലോകമായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷെ ആരോടും പറയാൻ വയ്യല്ലോ ഒന്നും. ശരിക്കും എനിക്ക് അന്ന് കോളേജ് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഫ്രണ്ട്സുകളെല്ലാം അവനെ കളിയാക്കിയിരുന്നു. എന്താടാ നിനക്ക്, നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എല്ലാത്തിനും ഭയങ്കര പവറായിരുന്നല്ലോ, നിനക്കിത് എന്ത് പറ്റി? നീ എന്തൊക്കെ പിറകോട്ട് പോകുന്നത്? നീ മൊത്തത്തിൽ ആളങ്ങ് മാറിപ്പോയിട്ടുണ്ടല്ലോ. ശരിക്കും അതാ അവൻ്റെ ആ ഒരു മൂഡ് ഓഫ് കണ്ട് കൂട്ടുകാരെല്ലാം അങ്ങനെയാണ് ചോദിക്കുന്നത്. ഒന്നുമില്ലടാ, ഒന്നുമില്ല, അത് മാത്രമായിരുന്നു അവൻ പറഞ്ഞത്. എന്നാൽ അവൻ്റെ മനസ്സിൽ നിറയെ മായയായിരുന്നു. അന്ന് കോളേജ് കഴിഞ്ഞ് അവൻ നേരെ പോയത് ആ കൊച്ചു കുടിലിലേക്കായിരുന്നു. അതെ, അവൾ മാത്രമായിരിക്കും അവിടെ അവൾ മാത്രമായിരിക്കും. അതെ, അവളെ കാണാതെ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ജസീറിൻ്റെ മനസ്സ് അങ്ങേയറ്റം അവളെ കാണുവാൻ വേണ്ടി കൊതിച്ചിരുന്നു. എന്ത് ചെയ്യാൻ? അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. അവൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് കയറിപ്പോയി. ഞാൻ എന്ത് ചെയ്യാം? അതെ, ഉമ്മയുടെയൊക്കെ ഇഷ്ടത്തിന് ഞാൻ അവളെ ആയിഷയാക്കി എൻ്റെ കൂടെ കൂട്ടുന്നതിന് എന്താ ഇത്ര തെറ്റ്? അവൾ എൻ്റേതല്ലേ, എനിക്ക് മാത്രം വേണ്ടി സൃഷ്ടിച്ചതല്ലേ പഠിച്ചോന്. എനിക്കായിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം. എന്നാൽ ഈ സമയം വീട്ടിൽ സഫീർ അതാ ജിമ്മെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയം ഉമ്മ പറയുന്നു, എടാ
എരണം കെട്ട നിന്റെ ജ്യേഷ്ഠനുണ്ടല്ലോ, നിനക്ക് എന്തേ മനസ്സിലായോ? എന്തോ ഉമ്മ? ഇവിടെ പണിയെടുക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, ആ മായ, അവളോടാണിപ്പോൾ അവൻ്റെ കമ്പനി ആട്ടി വിട്ടു, ഇവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്തു. ഉമ്മ നിങ്ങൾ എന്തേ പറയുന്നത്? അതേടാ, ഞാനേ അവളെ ഇറക്കി വിട്ടു, ഇനി അവളെ അങ്ങോട്ട് കയറ്റില്ല. അവൾ അവിടെ നിൽക്കട്ടെ, തള്ളവിടെ ഉണ്ടല്ലോ, അത് മതി, അവളോട് ഒറ്റയ്ക്ക് കഴിയട്ടെ. എന്താന്നില്ലേ ഉമ്മ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ആ പെണ്ണ് ഒറ്റയ്ക്കല്ലേ, അവർക്ക് അച്ഛനും സഹോദരങ്ങളൊന്നും ഇല്ലാത്തതല്ലേ, ഒരു ഉമ്മയും മകളും ഒരു അമ്മയും മകളും മാത്രമല്ലേ അവരുള്ളത്. അതെന്താടാ, നിനക്ക് പോകണോ? ഓൾക്ക് തുണക്ക് നിനക്ക് പോകണോ? അല്ല, ഞാൻ പറഞ്ഞത് മാത്രം, അങ്ങനെ എന്താ ചെയ്തതെന്ന് ഉപദേശിച്ചാൽ പോരെ? ഉപദേശിക്കുക, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അവരെ ഞാൻ കണ്ടു കഴിഞ്ഞു, ഇനി ഒരു ഉപദേശമില്ല. ഇറക്കി വിടന്നെ, ഇറക്കി വിട്ടു കഴിഞ്ഞു, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ശരിക്കും അതാ ഉമ്മയുടെ ദേഷ്യം കലർന്ന ആ വാക്കുകൾ കേട്ടപ്പോൾ സഫീർ മൗനം പാലിച്ചു. അവനൊന്നും പറയാനുണ്ടായിരുന്നില്ല, അല്ലെങ്കിലും പറഞ്ഞാൽ തന്നെ ഉമ്മ സമ്മതിക്കുകയും ഇല്ല. അതേ, ഓൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണോ? അവളെ മുസ്ലിം ആക്കിയിട്ട് ഞാൻ അവളെ കെട്ടിക്കോളാന്ന്. നാണം കെട്ടവൻ പറയാൻ എന്നോട്. എന്നാൽ ഒരു നിമിഷം സഫീർ ഒന്ന് ഞെട്ടി. ഉമ്മ അതിലെന്താ ഇത്ര തെറ്റ്? ആടാ, നിങ്ങളൊക്കെ ഓൻ്റെ കൂട്ടായി നിന്നോളി. അതിനുമ്മ എന്താ തെറ്റ്? അതാ ഞാൻ ചോദിച്ചത്. തെറ്റൊന്നുമില്ലടാ, നിങ്ങളൊക്കെ ഈ തറവാടിൻ്റെ മാനം കളയാൻ നടക്കണല്ലേ? ഇവിടെ ഞാൻ തീരുമാനിക്കുന്ന പോലെ എന്തും നടക്കുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കില്ല. ഒരു ഹിന്ദു പെണ്ണിനെ മുസ്ലിം ആക്കി അവന് കെട്ടണം അത്രേ, അവൻ്റെ ഒടുക്കത്തെ പൂതിയുണ്ടല്ലോ, അത് ഞാൻ മാറ്റും. ഉമ്മ ആ നല്ല കാര്യമല്ല ഇക്കാക്ക ചെയ്യുന്നത്, അല്ലാതെ തെറ്റായ രീതിയിൽ ഇക്കാക്ക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നല്ലൊരു ഉദ്ദേശമല്ലേ, ഇസ്ലാമിലേക്ക് ഒരു പെൺകുട്ടി കൂടി വരികയല്ലേ, അത് ഏറ്റവും നല്ല കാര്യമല്ലേ. ഒരു ഫാത്തിഹ ഓതിയാൽ, ഒരു ഖുൽഹുല്ലാഹ് ഓതിയാൽ അതിൻ്റെ പ്രതിഫലം ഇക്കാക്കും ലഭിക്കൂലേ? അവരെന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അത് അവർക്ക് കൂടി ലഭിക്കൂലേ, നല്ല കാര്യമല്ലേ പറയുന്നത്. സഫീറെ, മുഖം അടിച്ചാൻ പൊളിക്കും, വേണ്ടാത്തിന് നിൽക്കണ്ട. വേറെ പെൺകുട്ടികളെ കിട്ടായിട്ടാണല്ലോ ഇവിടെ, എത്രയോ നല്ല നല്ല പെൺകുട്ടികളുണ്ടാവും. എന്നിട്ട് ഇപ്പോൾ ഓളാണ് ഇവിടെ വേലക്ക് നിന്ന ആ പെണ്ണിനെ. ഇതൊക്കെ പറയാൻ നാണല്ലല്ലോ നിങ്ങൾക്ക്? ഈ പുളിക്കൽ തറവാട് എന്ന പേര് കേട്ട തറവാടാണ്. ഇവിടുത്തെ ഇത്ര സ്വത്തും സമ്പത്തും എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഇവിടേക്ക് മരുമകളായി കയറി വരാൻ പോകുന്നത് ആ ഒരു ഹിന്ദു പെണ്ണ് അല്ലേ? നാണമില്ലല്ലോ പറയാൻ. ഉമ്മ അതിന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, മുസ്ലിമാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. മുസ്ലിമേ, നീയാണ്ട് പോയിക്കോ അവളെ കെട്ടിച്ചെടുക്കാൻ. അല്ല പിന്നെ ഈ തറവാട്ടിൽ കയറ്റി പോരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും അതാ അത് കേട്ട് സഫീർ ആകെ ഞെട്ടുകയായിരുന്നു. പഠിച്ചോനെ, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഉമ്മ, മക്കളുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒന്നും നോക്കാതെ എന്താ റബ്ബേ ഇങ്ങനെയൊക്കെ ചെയ്യാം? എന്താടാ നോക്കുന്നത്? അതെ, അത്ര ഇതുണ്ടെങ്കിലേ നീ അങ്ങോട്ട് നടത്തി കൊടുത്തതാ പറഞ്ഞത്. പക്ഷേ ഈ തറവാട്ടിലേക്ക് കയറിപ്പോകരുത്, രണ്ടും മനസ്സിലാക്കിക്കോ. ഉമ്മ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്ന് അഭിപ്രായം അല്ല നല്ലതല്ലേന്ന് പറഞ്ഞ. നല്ലത് എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. ശരിക്കും സഫീറിനും നല്ല രീതിയിൽ തന്നെ ചീത്ത കിട്ടി. എന്നാൽ ജസീർ കോളേജ് വിട്ട് തൻ്റെ പ്രിയപ്പെട്ട മായയെ കാണണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ആ കൊച്ചുകുടിലേക്കാണ് അന്ന് പുറപ്പെടുന്നത്. എന്നാൽ അവളെ കാണാൻ കഴിയുമോ? എന്തായിരിക്കും അവളുടെ പ്രതികരണം? നമുക്ക് കാത്തിരുന്ന് കാണാം. ജസീർ നൂർജഹാനോട് കഥ പറയുകയാണ്, അതെ തൻ്റെ ഹിജാബിയോട്. ഹിജാബി, ഇതാണ് എൻ്റെ അവസ്ഥ. ശരിക്കും ജസീറിൻ്റെ കഥകളെല്ലാം കേട്ട് ഹിജാബി ഞെട്ടിത്തെറിച്ചിരുന്നു. ജസീർ, അപ്പോൾ ഇത്രമാത്രം കഥകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാണോ? അതെ, അതിനുശേഷമാണ് ഞാൻ ഈ രൂപത്തിലായത്, ഞാനൊരു ദ്രോഹിയായത്, ദുഷ്ടനായത്. എന്നിട്ട് ജസീറിൻ്റെ അടുത്ത കഥയ്ക്ക് വേണ്ടി ഹിജാബി കാത്തിരുന്നു. ഇൻഷാ അല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.